ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും അമ്മു സനൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയ കൂട്ടുകാരൊക്കെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് എന്താ പറയുക, എനിക്ക് പൊട്ടിക്കണമെന്നൊന്നും പറയില്ല കേട്ടോ. പൊട്ടിച്ചാൽ പിന്നെ വേറെ ആർക്കെങ്കിലും വെക്കാൻ വേണ്ടേ. അപ്പോൾ അതും കൂടി ഒന്ന് അമർത്തിയിരിക്കണം. അപ്പോൾ നമ്മളിടുന്ന വീഡിയോ ഒക്കെ നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. പിന്നെ ഈ ചെടി ഏതാ മനസ്സിലായോ? കീഴാർനെല്ലിയാണ് കേട്ടോ. ഇത് രണ്ട് തരത്തിലുണ്ട്. കീഴാർനെല്ലി അല്ലാതെ ഉണ്ട്. ഈ അടിയിൽ കുരു ഉള്ളതാണ് നമ്മുടെ കീഴാർനെല്ലി. അപ്പോൾ ഇതാണ് നമ്മുടെ മുടിക്ക് ഏറ്റവും നല്ല ഗുണമുള്ളൊരു സസ്യമാണ് കേട്ടോ കീഴാർനെല്ലി. പിന്നെ എന്താ വെച്ചാൽ ചെമ്പരത്തി, ഉലുവ, കുറുന്തോട്ടി ഇതൊക്കെ ഏറ്റവും നല്ലതാണ്. പക്ഷേ ഞാൻ അതൊന്നും ഉപയോഗിക്കലില്ല. കാരണം വഴുവഴുപ്പും പിന്നെ തണുപ്പ് കൂടുതലാണ്. അപ്പോൾ അതൊന്നും കുട്ടികൾക്ക് പറ്റാത്തത് കൊണ്ട് ഞാൻ ഈ സീസണായ കീഴാർനെല്ലി ഉണ്ടാക്കും കേട്ടോ. അവിടെ നിറയെ ഉണ്ട് ചെടികളൊക്കെ. ഇപ്പോൾ കണ്ടില്ലേ ഞങ്ങൾ വീഡിയോയിൽ. അപ്പോൾ അവർ രണ്ടാളും കൂടി ഇങ്ങനെ പറിച്ചും കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പ്രത്യേകം നോക്കണം കേട്ടോ, ഈ അടിയിൽ കുരുള്ളതാണ് ഈ കീഴാർനെല്ലി. അപ്പോൾ നിറയെ ചെടിയുണ്ട് ഇവിടെ. അപ്പോൾ അതൊക്കെ അങ്ങനെ തണ്ട് കൊടുക്കണേ മുറിച്ചെടുക്കണമില്ല, വേരോടെ പിഴുതെടുക്കണമില്ല കേട്ടോ. ഇല മാത്രമായിട്ട് അങ്ങനെ എടുക്കുകയാണേ. പുല്ലിൻ്റെ ഇടയിൽ കൂടെ ഒക്കെ ഉണ്ട്, അതൊക്കെ എടുക്കുകയാണ്. ചെറിയ ചെറിയ ഇലകളൊക്കെ നല്ല ഗുണമുണ്ടാവും. പിന്നെ ഇത് നമ്മൾ കട്ടിയിലൊന്നല്ല കേട്ടോ തേച്ച് പിടിപ്പിക്കണം, അങ്ങനെയൊന്നുമല്ല. വെള്ളം ചേർത്ത് അരച്ചിട്ട് തേച്ച് പിടിപ്പിച്ച് ഒരു 15 മിനിറ്റ് അങ്ങനെ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മളിതിൽ വേറൊരു കാര്യം കൂടി ചേർക്കുന്നുണ്ട്. തുളസീൻ്റെ ഇലയാണേ. തുളസീൻ്റെ ഇല ചേർക്കണം എന്തിനാണെന്നറിയോ? പേൻ പോവാനാട്ടോ. പേന് ഈരൊക്കെ ചത്തു പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് ചേർക്കണത്. അങ്ങനെ ഇവർ മിക്സിയൊക്കെ മക്കളാണ് കേട്ടോ അതൊക്കെ റെഡിയാക്കിയിട്ടുള്ളത്. മിക്സിയൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇതാ കീഴാർനെല്ലിയൊക്കെ അങ്ങനെ പറിച്ച് കൊടുന്ന് പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ തണ്ടൊക്കെ മാറ്റണം. ഇല മാത്രമാക്കിയിട്ട് മിക്സീൻ്റെ ജാറിലേക്ക് ഇടണം. അനു അത് കഴിഞ്ഞോ? ഇല ഇതാക്കാതെ ഇനി നമുക്ക് ഒരു കാര്യം കൂടി വേണം കേട്ടോ. നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയാലോ? അതിൽ ഇത്തിരി വെള്ളം കൂടി ഒഴിച്ച് റെഡിയാക്കി വെച്ചിട്ട് മാത്രം നമുക്ക് ഒരു കാര്യം കൂടി ചെയ്യണം. എന്താ വേണ്ടത്? 2 ചെമ്പരത്തി പൂവ് വേണം കേട്ടോ. ചെമ്പരത്തിൻ്റെ ഇലയൊക്കെ ഇട്ടാൽ ഭയങ്കര ഇതാണ്. അത് നമ്മുടെ തല കഴുകി കുറേ നേരം എടുത്ത് ഇതാണ് വെച്ചാൽ സിമ്പിളുമാണ്. തലയ്ക്ക് ഏറ്റവും ഗുണമുള്ളതാണ്. പാകത്തിന് തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ കൊമ്പ് താഴ്ത്തരാ. ഈ ചെമ്പരത്തി പറിച്ചെടുത്തോ? ശരി ചേച്ചി. 2 എണ്ണല്ലേ? ഇന്ന് നമുക്കിതൊന്ന് കൊഴുതെടുത്താലോ? എൻ്റെ അമ്മ കൊയ്തെടുക്കാതെന്നല്ല, ഇതൊക്കെയല്ല കോമഡി പറയാന് അല്ലേ അമ്മൂട്ടി. അപ്പം ചെമ്പരത്തി പൂവും കൂടി പൊട്ടിച്ചങ്ങോട്ട് ഇട്ട് അല്ലേ. ഇനി അരയ്ക്കാൻ പോവല്ലേ നമുക്ക്? അരയ്ക്കാം. ഇനി ഞാനാട്ടോ അരയ്ക്കണത്. അപ്പം നമ്മുടെ ഈ മിക്സിക്കൊരു കഥയൊക്കെ ഉണ്ട് കേട്ടോ. മിക്സീൻ്റെ ഇതാണ്ടോ, അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് പറയുന്നുണ്ട് കേട്ടോ. അത് വല്ലാത്തൊരു കഥയാണ്, ഒരു ഫ്ലിപ്കാർട്ട് കഥ. അത് ഞാനൊരു വീഡിയോ ആയിട്ട് വരും. അപ്പോൾ അതങ്ങനെ അരയ്ക്കാം. നമ്മൾ വെള്ളം ചേർത്തിട്ട് അരയ്ക്കണം കേട്ടോ. കട്ടിയിൽ ഒന്നല്ല, കട്ടിയിൽ തേച്ച് പിടിപ്പിക്കണം ഒന്നുമില്ല. ഇത് വെള്ളം ചേർത്ത് അരച്ച് ഇതുണ്ടോ ഒന്നും കൂടി അരയണല്ലേ. ഒന്നും കൂടി അരഞ്ഞിട്ട് ഇതാ അരിച്ചെടുക്കാം നമുക്ക്. അരിച്ചെടുക്കാൻ എൻ്റെ അമ്മയാണ് മിടുക്കത്തി അല്ലേ. നല്ല കട്ടിയിലും അല്ല നല്ല ലൂസായിട്ടും അല്ല, അങ്ങനെ ഒരു മിശ്രിതമാണ്. അപ്പോൾ ഈ ചണ്ടി ഒന്നും വേണ്ട കേട്ടോ. അതൊന്നും കൂടി അരയ്ക്കാൻ പറ്റിച്ചൊക്കെ അരയ്ക്കാം. അപ്പോൾ പാകത്തിനായിട്ടുണ്ട് നമുക്ക്. ഇത് പോരെ നമുക്ക്? അതിൻ്റെ അടിയിൽ നോക്കി വെക്കാം നമുക്ക് എത്ര കൂടുതലുണ്ടെങ്കിൽ എല്ലാവർക്കും തേക്കാൻ പറ്റും. ലേശം വെള്ളം കൂടി ചേർത്ത് അത് നല്ലോണം അങ്ങോട്ട് അരിച്ചെടുക്കണം. ഇത് കണ്ടോ, കട്ടിയായിട്ടൊന്നല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. അതിൻ്റെ കളറൊക്കെ അടിപൊളിയില്ലേ, കരിമ്പച്ച കളറ്. അപ്പോൾ ഇതിൽ 2 ചെമ്പരത്തിപ്പൂവും കുറച്ച് തുളസീൻ്റെ ഇലയും കീഴാർനെല്ലീൻ്റെ ഇലയും മാത്രം കൂട്ടി അരച്ചതാണ് കേട്ടോ. പെട്ടെന്ന് നമുക്ക് സിമ്പിളായിട്ട് നമ്മുടെ തലേന്ന് ഹെയർ ടോണിക് എന്ന് പറയാം. നമ്മുടെ ഹെയറിന് പറ്റിയൊരു ടോണിക്കാണിത്. അപ്പോൾ അമ്മൂന് ഇതാ തേച്ച് കൊടുത്ത് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുണ്ട് മുകളിലേക്ക് കേട്ടോ. അടിപൊളിയായിട്ടുണ്ട് അമ്മൂ, സൂപ്പർ. കഴുത്തിൽ കൂടെ ഇങ്ങനെ അടിച്ചിറങ്ങുമ്പോൾ ഞാൻ അങ്ങനെ തുറച്ചിറക്കുകയാണ് കേട്ടോ.
അപ്പോൾ അത് ആ മുടിയൊക്കെ അതങ്ങനെ നല്ലോണം തോർത്തി കണ്ടോ, ഒരു വേറെ വേറെ നിൽക്കുന്നുണ്ടോ മുടി, അത്രയും നൈസായി ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പട്ട് പോലെ തൊടുമ്പോൾ ഒന്ന് പറയാതിരിക്കാൻ വയ്യ കേട്ടോ, അത്രയും മിനുസായിരിക്കും. പട്ട് പോലുള്ള മുടി എന്നൊക്കെ അറിയാം, അത്രയും മിനുസായിരിക്കും ഇതൊന്നും ഇങ്ങനെ തൊടുമ്പോൾ. എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിന്നെ ഞാൻ എൻ്റെ മുടി നോക്കാത്തതും കൊണ്ടാണ് കേട്ടോ പറ്റ പോയത്, ഇപ്പോൾ ഇതുപോലെ ആവാത്തതും. നോക്കണ സമയത്തൊക്കെ നല്ലപോലെ ഇതുപോലത്തെ തന്നെ ആയിരുന്നു മുടി. അപ്പോൾ അതാ എല്ലാം കഴിഞ്ഞ് ഒരു മുടിയൊക്കെ ഉണങ്ങി ഇതാ നല്ലപോലെ ഈ ഷാമ്പു വെച്ച പോലെ ഈ പറപ്പിച്ചിട്ടൊന്നുമല്ല, എന്നാൽ എണ്ണമയം അല്ല കേട്ടോ ഇത് കാണുന്ന, എണ്ണമയം ഇല്ല, അങ്ങനെ അവിടെ എണ്ണമയം ഇല്ല. അപ്പോൾ വീഡിയോ എല്ലാവരും കാണാം കേട്ടോ, ഈ സൂത്രം ഒന്ന് പരീക്ഷിക്കണേ.